എറിയാട് KVHSSൽ വായനോത്സവം 2024 അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ വേനലവധിക്കാലത്ത് 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച വായനോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളെ അനുമോദിച്ചു. കയ്പമംഗലം നിയോജകമണ്ഡലം MLA ഇ ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നല്ല വ്യക്തിത്വത്തിന് ഉടമയായ ഒരാളായി തീർക്കുകയോ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും നാം ചെയ്യുന്നുണ്ടെങ്കിൽ വായനയുടെ പ്രാധാന്യം അത്രത്തോളം ഇനിയും നമ്മുടെ ഏറ്റവും ഉത്ബുദ്ധരായ സമൂഹം എന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളീയർ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. നാം പലപ്പോഴും വായിക്കാൻ പറയുന്നത് കുട്ടികൾക്ക് അതൊരു പഠനത്തിനുള്ള കാര്യമാണ് വായിക്കാൻ പറയുന്നത്. 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ കുട്ടികളോട് പറയുക, നീ എന്ത് ചെയ്യണം, നീ നിന്റെ പുസ്തകം വായിച്ചോ, നീ സ്കൂളിൽ പോയിട്ടുള്ള സയൻസോ കണക്കോ മറ്റതോ ബന്ധപ്പെട്ടതോ ചെയ്തോന്നാണ്. എന്നാൽ ബാലരമയോ ചിത്രകൂലിയോ ഏത് തരത്തിലുള്ള പുസ്തകം ആയിക്കോട്ടെ, ചെറുതും വലുതുമായിട്ടുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടെ തുടങ്ങി ഏറ്റവും ഉയർന്ന പുസ്തകം വരെയുള്ളത് ഒരുപാടുണ്ട്. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് നല്ല പുസ്തകങ്ങൾ, എല്ലാ ജീവിതാനുഭവങ്ങളും യഥാർത്ഥത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളിലൂടെയാണ്. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആഴം ഹൃദയം നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. വായനക്കുമ്പോൾ ഇല്ല, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം, ജീവിതാന്വേഷണങ്ങളുടെ ഭാഗമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പുസ്തകം, എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ പുസ്തകം, അതുപോലെ തന്നെ പൊതുവിജ്ഞാനത്തിനും വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത പരിപാടിയിൽ 108 കുട്ടികൾ 996 പുസ്തകങ്ങൾ വായിച്ചു. 60 ദിവസം കൊണ്ട് 60 പുസ്തകങ്ങൾ 50 പേജുകളെ ഒരു പുസ്തകമാക്കി കണക്കാക്കി 3000 പേജുകൾ വായിക്കാനാണ് കുട്ടികൾക്ക് ലക്ഷ്യം കൊടുത്തിരുന്നത്. 10A ക്ലാസ്സിലെ ആദിലക്ഷ്മിയും 8E ക്ലാസ്സിലെ അനന്തകൃഷ്ണനും 187 പുസ്തകങ്ങൾ വീതം 9353 പേജുകൾ വായിച്ചു. 6Dയിലെ മുഹമ്മദ് ഇസ്മയിൽ 83 പുസ്തകങ്ങളും 10ാം ക്ലാസ്സിലെ അനഘ 58ഉം ഫാത്തിമ സഹറ 51 പുസ്തകങ്ങൾ വായിച്ച് വായനാക്കുറിപ്പുകൾ തയ്യാറാക്കി. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച ആദിലക്ഷ്മിക്കും അനന്തകൃഷ്ണനും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും പുസ്തകങ്ങളും പേനയും MLA സമ്മാനിച്ചു. ഓരോ ക്ലാസ്സിലെയും ആദ്യ 3 സ്ഥാനക്കാർക്ക് 500, 300, 200 രൂപയുടെ പുസ്തകങ്ങൾ എന്ന ക്രമത്തിലാണ് സമ്മാനങ്ങൾ നൽകിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, വാർഡ് മെമ്പർ PK മുഹമ്മദ്, PTA പ്രസിഡന്റ് TK റാഫി, പ്രിൻസിപ്പൽ സ്മിത, പ്രധാനാധ്യാപിക ലാലി ആന്റണി T, സ്കൂൾ ലൈബ്രറിയനും അധ്യാപികയുമായ TK താഹിറ, സീനിയർ അസിസ്റ്റന്റ് ഹനീഫ VM, വായനോത്സവം കൺവീനർ ഗിരീഷ് AP, സ്കൂൾ ലീഡർ ഹാഷിം എന്നിവരും സംസാരിച്ചു.